സുവിശേഷകൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന ഗ്രന്ഥത്തിൻ്റെ 39, 40, 41, 42 അധ്യായങ്ങളാണ് തുടർന്ന് കേൾക്കുന്നത്. പ്രാരംഭമായി വചനാനുസൃതമായ സഭ എന്നാൽ എന്ത് എന്നുള്ള വിഷയം നമുക്ക് കേൾക്കാം. നാം ബന്ധപ്പെടുന്ന സഭ ദൈവവചനാനുസൃതമായിരിക്കണമെന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ നിയമത്തിൽ കാണുന്ന സഭയുടെ മാതൃക എങ്ങനെയുള്ളതാണ്? ആ സഭയുടെ പ്രധാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ദൈവവചനത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരണമായുള്ള സഭാകൂട്ടായ്മയിൽ ബന്ധപ്പെട്ടു പോകുവാനും അതുമൂലം ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒന്നാമതായി, പുതിയ നിയമ മാതൃകയുള്ള സഭ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് പ്രവൃത്തി 2:47 നാം വായിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് സഭാംഗങ്ങൾ. മറ്റെന്തെല്ലാം നന്മകളും യോഗ്യതകളും ഒരു മനുഷ്യനുണ്ടായിരുന്നാലും അവന് ദൈവസഭയുടെ അംഗമായിരിക്കുവാൻ കഴിയുന്നതല്ല. ഈ പ്രമാണം വിശ്വസിക്കുകയും അങ്ങനെ ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുകയും ചെയ്തവർ മാത്രം അംഗങ്ങളായ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രം സഭാംഗങ്ങളായി സ്വീകരിക്കുന്ന ഒരു സഭയിലായിരിക്കണം ഞാൻ പോകേണ്ടത്. അതുമാത്രമാണ് വചനാനുസൃതമായ സഭ. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഒരുമിച്ച് ഒരു സഭയായിരിക്കുവാൻ കഴിയുകയില്ല. അവർ തമ്മിൽ ആത്മീയമായി യാതൊരു ബന്ധവും ഇല്ല. അവർക്കൊരുമിച്ച് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ വളരുവാനോ വർദ്ധിക്കുവാനോ ഒന്നും കഴിയുകയില്ല. ഇത് സംബന്ധിച്ച് 2 കൊരിന്ത്യർ 6:14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവിശ്വാസികളോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് എത്ര വ്യക്തമായ വാക്കുകൾ! സഭാബന്ധത്തിലും നാം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി, ദൈവവചനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുകയും വിശ്വാസത്തിനും പെരുമാറ്റത്തിനും ആധാരമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനല്ലാതെ മനുഷ്യരുടെ ആശയങ്ങൾക്കോ പാരമ്പര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കുകയും അവയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സഭ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുന്ന സഭയല്ല. മനുഷ്യൻ്റെ ചിന്താഗതികൾ വ്യത്യസ്തങ്ങളും തെറ്റുപറ്റാവുന്നതുമാണ്. എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കുന്നത് ദൈവവചനം മാത്രമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം ദൈവവചനമായി നമ്മുടെ കൈകളിൽ ദൈവം തന്നിട്ടുണ്ട്. അതിൽ അധിഷ്ഠിതമായിരിക്കണം സഭ. സഭയുടെ പ്രമാണങ്ങൾ പ്രധാനമായും നാം കാണുന്നത് 27 പുസ്തകങ്ങൾ അടങ്ങുന്ന പുതിയ നിയമത്തിലാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തുകയും അവർ രേഖയാക്കി നമ്മുടെ കയ്യിൽ തരികയും ചെയ്തിരിക്കുന്നതാണ് തിരുവെഴുത്ത്. അത് ദൈവികമാണ്. അതായിരിക്കണം സഭയെ നിയന്ത്രിക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ സഭയുടെ പ്രമാണം. മറ്റൊന്നും യാതൊരു മാനുഷിക ചട്ടക്കൂട്ടുകളും ആയിരിക്കാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർ 1:8 പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവ് തന്നെ മത്തായി 5:19 പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും എന്നാണ്. പുതിയ നിയമ സഭയുടെ മാതൃക എന്താണ്? മൂന്നാമതായി, ശരിയായ സഭ പുതിയ നിയമത്തുള്ള മാതൃക അനുസരിച്ച് ഒന്നിലധികം മൂപ്പന്മാരാൽ നടത്തപ്പെടുന്ന സഭയായിരിക്കണം. മൂപ്പന്മാരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്നെ ഇടയന്മാർ, അധ്യക്ഷന്മാർ എന്നീ വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. 1 പത്രോസ് 5:1, തീത്തോസ് 1:5, 1 തിമോഥെയോസ് 3:1 തുടങ്ങി നിരവധി വാക്യങ്ങൾ സഭയിലെ മൂപ്പന്മാരെ പറ്റി പറയുന്നുണ്ട്. പ്രവൃത്തിയുള്ള പുസ്തകം 20:28 പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ അധ്യക്ഷന്മാരെ സഭയിലാക്കി വയ്ക്കുന്നതെന്ന് നാം കാണുന്നു. തീത്തോസ് 1:5, അപ്പോസ്തല പ്രവൃത്തി 14:23 ഇവിടെയെല്ലാം സഭയുടെ നടത്തിപ്പിനായി മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്നതായാണ് നാം വായിക്കുന്നത്. അതാണ് വചനാനുസരണം. മാനുഷികമായ തെരഞ്ഞെടുപ്പ് വഴിയോ വോട്ടിടിയൽ വഴിയോ ഭൂരിപക്ഷം നിർണയിച്ച് സഭയുടെ നേതാക്കളെയും നടത്തിപ്പുകാരെയും തിരഞ്ഞെടുക്കുന്ന രീതി ദൈവസഭയ്ക്കില്ല, ദൈവവചനത്തിലുമില്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കും പ്രകാരം മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുക എന്നത് പുതിയ നിയമ മാതൃകയിൽ പോകുന്ന ഒരു സഭയുടെ അടയാളമാണ്. അടുത്തതായി, പുതിയ നിയമ സഭകൾ സ്വതന്ത്ര സഭകളാണ്. മറ്റേതെങ്കിലും സഭയുടെയോ സംഘടനയുടെയോ കീഴിൽ പ്രവർത്തിക്കുന്നതും ശാഖയായി പ്രവർത്തിക്കുന്നതുമല്ല പുതിയ നിയമസഭകൾ. അതിനൊരു കേന്ദ്രവും ഹെഡ് ഓഫീസും ഇല്ല. ഓരോ സഭയും നേരിട്ട് തലയാകുന്ന ക്രിസ്തുവിന് കീഴിലാണ്.
വെളിപ്പാട് 1:13-20 വാക്യങ്ങളിൽ സഭയെ പൊൻനിലവിളക്കായി പറഞ്ഞിരിക്കുന്നിടത്ത് 7 നിലവിളക്കുകൾ വെവ്വേറെയും ക്രിസ്തു അതിൻ്റെ നടുവിലുമാണ്. ഒരു നിലവിളക്കിൻ്റെ 7 ശാഖകൾ അല്ല. ഓരോ നിലവിളക്കും ഓരോ സ്ഥലസഭയും അവയോരോന്നും നേരിട്ട ക്രിസ്തുവിൻ്റെ അധീനതയിലുമാണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്കായും കൂട്ടായ്മയ്ക്കായും പല സ്ഥല സഭകളിലെയും വിശ്വാസികൾ ഒരുമിച്ച് ചേരുന്നുവെങ്കിലും ആ പ്രാദേശിക സഭകളെല്ലാം കൂടി ഒരുമിച്ച് ഒരു സംഘടനയായി ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന് കീഴിൽ വരുന്നില്ല. ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ സ്ഥലസഭയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമില്ല. പല സഭകളെ ഭരിക്കുന്ന മൂപ്പന്മാരില്ല. പല സഭകൾക്ക് കൂടി ഒരധ്യക്ഷനുമില്ല. ദൈവസഭയുടെ തല ക്രിസ്തു മാത്രമാണ്. കൊലോസ്യർ 1:18 നോക്കുക. മറ്റ് യാതൊരു മാനുഷിക അധ്യക്ഷനും ക്രിസ്തു സഭയ്ക്കില്ല. മറ്റൊരു മാനുഷിക ശിരസില്ല. ഇതാണ് പുതിയ നിയമത്തിലെ സഭയുടെ മാതൃക. പ്രിയ സ്നേഹിതരെ, ഈ നിലയിലുള്ള ഒരു സഭയിലാണ് നിങ്ങൾ അംഗങ്ങളാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനം അനുസരിച്ച് അതിൽ പറയുന്ന പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ മാതൃകയിലുള്ള ഒരു പ്രാദേശിക സഭയിലായിരിക്കുവാനും ആത്മീയ വളർച്ച പ്രാപിക്കുവാനും അടിയനെ സഹായിക്കണമേ. ആമേൻ. ദൈവസഭയുടെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ദൈവവചനാനുസരണമായുള്ള ഒരു സഭ ഉപദേശശുദ്ധിക്കും ജീവിതവിശുദ്ധിക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിരിക്കണം. ദൈവവചനത്തിലെ സത്യങ്ങളെ കോട്ടിമാറ്റി സത്യത്തിൽ നിന്ന് വളരെ അന്യമായ വിശ്വാസാചാരങ്ങളുള്ള സഭകൾ ഇന്ന് ധാരാളമുണ്ട്. എന്നാൽ ദൈവവചന ഉപദേശങ്ങളെ ശരിയായ നിലയിൽ പിടിച്ചുകൊള്ളേണ്ട ആവശ്യകതയെ പരിശുദ്ധാത്മാവ് ഊന്നിപ്പറയുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളണമെന്നും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനായി താൻ ഒരുങ്ങിയിരിക്കണമെന്നും പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു. ശ്രദ്ധിക്കുക, തീത്തോസ് 2:1 പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക എന്നും 2:8 ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കണമെന്നും ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സഭയിലെ പഠിപ്പിക്കലുകളും വിശ്വാസാചാരങ്ങളും സത്യവചനത്തിന് ദൈവവചനത്തിന് ചേരുന്നതാണോ? ദൈവം വളരെ നിർബന്ധമായി ആഗ്രഹിക്കുന്ന ഒന്നായി ഇതിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രായോഗിക ജീവിതത്തിലെ വിശുദ്ധി. വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെല്ലാം തന്നെ നാം ദൈവത്തോട് അടുത്ത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നവയാണ്. എങ്ങനെ ജീവിക്കണമെന്ന് വേദപുസ്തകം പറയുന്നത് പോലെ തന്നെ നാം ജീവിക്കണം. നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നാം ജീവിച്ച് കാണിക്കുന്നില്ലെങ്കിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വിശ്വാസവും ജീവിതവും ഒരു ത്രാസിൻ്റെ 2 തട്ടുകളാണ്. അതിലൊന്ന് ഉയർന്നു ഒന്ന് താഴ്ന്നു ഇരിക്കുവാൻ പാടില്ല. ഉപദേശവും ജീവിതവും ഒരുപോലെ ശരിയല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വെറുമൊരു കപട നാടകമായിരിക്കും. ഇന്ന് അനേക സഭകളിലും വിശ്വാസ വിഷയങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതവിശുദ്ധി തീരെ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇത് ശരിയല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നതമായ മാനദണ്ഡം പുലർത്തുവാൻ യത്നിക്കുന്ന ഒരു സഭയിലല്ല നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ തന്നെ ആത്മീയ നിലവാരം താണുപോകും. നിങ്ങൾ കേവലം ചില ഉപദേശ സത്യങ്ങൾ മാത്രം പറയുകയും അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് അധപ്പതിച്ചു പോകാൻ വളരെ സാധ്യതയുണ്ട്. ആളുകളെ കൂട്ടുവാനും അംഗത്വം കുറയാതിരിക്കുവാനും വേണ്ടി പാപത്തെ ശാസിക്കാതെ നീതി പ്രസംഗിക്കാതെ മുൻപോട്ട് പോകുന്ന സഭ ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ തെറ്റായൊരു ചിത്രമായിരിക്കും നൽകുക എന്നോർത്ത് ഈ വിഷയം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പുതിയ നിയമസഭകളുടെ മറ്റൊരു പ്രത്യേക സ്വഭാവം അത് സുവിശേഷീകരിക്കുന്ന സഭയായിരിക്കണമെന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്ന ആദിമസഭ അങ്ങനെയുള്ളതായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടപ്പോൾ ചെതറിപ്പോയവർ തന്നെയും വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചുവെന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഒടുവിലായി ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയ ദൗത്യം തന്നെ സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്നായിരുന്നുവല്ലോ. സുവിശേഷം അറിയിക്കുക എന്നതിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, ശിഷ്യരാക്കുക, ക്രിസ്തു പഠിപ്പിച്ചതൊക്കെയും അനുസരിപ്പാൻ ഉപദേശിക്കുക എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ദൗത്യവും ഇതുതന്നെയാണ്. ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന സഭ പുതിയ നിയമ മാതൃകയിലുള്ള സഭ എന്ന പേരിന് അർഹമായതല്ല. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനും പിൻപറ്റുവാനും അങ്ങനെ ഒരു സഭയിലെ അംഗമായിരിക്കുന്നത് നിമിത്തം സാധിക്കുകയില്ല. നിങ്ങളുടെ സഭ മത്തായി 28:19-20 വാക്യങ്ങളിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്ന ഒരു സഭയാണോ? നാം ഉൾപ്പെടേണ്ട സഭ ഏറ്റവും പ്രധാനമായി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായ അന്തരീക്ഷം ഉള്ള ഒന്നായിരിക്കണം. അവിടെ ദൈവവചന പഠനം നമുക്ക് ലഭിക്കുകയും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സേവിക്കുവാനും അവിടെ അവസരങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. നാം ഇതുവരെ ചിന്തിച്ച പ്രധാന സ്വഭാവങ്ങൾ ഉള്ളൊരു സഭയാണ് ദൈവവചനപ്രകാരമുള്ള സഭ. അങ്ങനെയൊരു സഭയിൽ നാം ബന്ധപ്പെട്ടു പോകുവാൻ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നതാൽ ആ കാര്യത്തിൽ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. സഭാബന്ധം പ്രായോഗിക തലങ്ങളിൽ സഹായകരമാകുന്ന ചില വശങ്ങൾ കൂടെ ചിന്തിക്കാം. സഭ മുഖാന്തരമാണ് മറ്റു വിശ്വാസികളുമായി നാം ബന്ധപ്പെടുന്നത്. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ സഹവിശ്വാസികളുമായുള്ള ബന്ധം നമ്മെ വളരെ സഹായിക്കുന്നതാണ്. നാം സ്നേഹിക്കുന്ന അതേ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മറ്റനേകരെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസവും ഭക്തിയും വർദ്ധിക്കുവാനിടയാകും. മറ്റനേകരുടെ ജീവിത വിശുദ്ധിയും ഭക്തിയും നമ്മെ സ്വാധീനിക്കുകയും
അവരെപ്പോലെ കർത്താവിനെ പിൻപറ്റണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകുകയും ചെയ്യും. ഒരു വിറകുകൊള്ളി തനിച്ച് കത്തുവാൻ പ്രയാസമാണെന്ന് നമുക്കറിയാം. എന്നാൽ അനേക വിറകുകൊള്ളികൾ ഒരുമിച്ചിട്ടാൽ ശോഭയോടെ അത് കത്തും. ക്രിസ്തീയ കൂട്ടായ്മയിൽ ഇത് സത്യമായിരിക്കണം. നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉത്സാഹം അണഞ്ഞു പോകുന്ന വിഷയങ്ങളിൽ നാം ഒരുമിച്ചിരിക്കുമ്പോൾ ഉത്സാഹം ആളിക്കത്തുവാൻ ഇടയാകുന്നു. കൂടാതെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരുവാനും നമുക്ക് ചില കൂട്ടുവിശ്വാസികൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പുറമേയുള്ളവർക്ക് അറിയുവാൻ കഴിയാത്തതും അറിഞ്ഞാൽ തന്നെ തിരുത്തുവാൻ അവർ മെനക്കെടാത്തതുമായ നമ്മുടെ അനേക കുറവുവശങ്ങളെ നമ്മെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുവാൻ ഒരു സഭാബന്ധത്തിൽ അവസരമുണ്ടാകുന്നു. ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരുമ്പോൾ, പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുമ്പോൾ സഹവിശ്വാസികളുടെ ആലോചനയും ബുദ്ധിയുപദേശവും നമുക്ക് ആവശ്യമാണ്. നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത പല വശങ്ങൾ നാം ഏർപ്പെടുന്ന വിഷയങ്ങളിൽ വന്നേക്കാം. അങ്ങനെയുള്ള വശങ്ങളെ കാണിച്ചു തന്ന് വേണ്ട ആലോചനകൾ പറഞ്ഞു തരുവാൻ സഹവിശ്വാസികളാൽ കഴിയും. ജീവിതത്തിൽ ചിലപ്പോൾ തളർന്നും ക്ഷീണിച്ചും ദുഃഖിച്ചും പോകുവാൻ ഇടയായാൽ നമ്മെ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും നമ്മോട് കൂട്ടായ്മ ബന്ധം പുലർത്തുന്നവർക്ക് കഴിയും. നാം വീഴാതെ നമ്മെ താങ്ങുവാനും നേർവഴി കാട്ടി നടത്തുവാനും ആത്മീയരായ സഹോദരങ്ങളുടെ സാന്നിധ്യം നമ്മെ സഹായിക്കും. നമ്മുടെ സമയത്തിൻ്റെ കൂടുതൽ സമയം വിശ്വാസികളുമായി നാം ചെലവിടുമെങ്കിൽ അവരുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വളരെ ഉണ്ടാകുമെന്നതിന് സംശയമില്ല. നമ്മുടെ സഭാബന്ധം ഈ എല്ലാ കാരണങ്ങളാലും നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് ഓർത്ത് ഈ കാര്യത്തിൽ ശരിയായൊരു നിലപാടെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കുറവുകളും പോരായ്മകളും ചൂണ്ടിക്കാണിച്ച് ആത്മീയ തികവിലേക്ക് നയിക്കുന്ന കൂട്ടു സഹോദരങ്ങളെ എനിക്ക് തരണമേ. ആമേൻ. അടുത്തതായി, പരസ്യമായ സാക്ഷീകരണം ആവശ്യമുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിത വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ മറ്റൊരു കാര്യമാണ് ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷിക്കുക എന്നത്. ദൈവം നമ്മെ പ്രത്യേക ജനമായും പുരോഹിതന്മാരായും തിരഞ്ഞെടുത്തത് തന്നെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണെന്ന് പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 2:9 നോക്കുക. നമ്മെ വിളിച്ച കർത്താവിൻ്റെ സൽഗുണങ്ങളെ നമ്മുടെ വായ് കൊണ്ട് ഘോഷിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൂടി നാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് രണ്ടും സാക്ഷ്യത്തിൻ്റെ 2 വശങ്ങളാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് തന്നെ അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ പരസ്യമായി കർത്താവിനെ ഈ ലോകത്തിൽ സാക്ഷിച്ച് ജീവിക്കുക എന്നത്. താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് പ്രസ്താവിക്കുന്ന ഒരുവനാണ് സാക്ഷി. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണുകയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചറിയുകയും ചെയ്തവനാണ്. ആ സ്വന്തം അനുഭവങ്ങൾ ആർക്കും നിഷേധിക്കാനാവാത്ത സ്വന്തം ജീവിത യാഥാർത്ഥ്യങ്ങൾ അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കവിഞ്ഞൊഴുക്കാണ് സാക്ഷീകരണം. അത് മുഖാന്തരം 2 തരത്തിലുള്ള ഗുണങ്ങൾ വിശേഷമായും ഉണ്ട്. ഒന്ന്, ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് നിമിത്തം മറ്റുള്ളവർ ആ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാനും അവനെ സ്വീകരിച്ച് പിൻപറ്റുവാനും ഇടയാകുന്നു. സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള അനുസരണത്തിന് സഹായകരമാകും. അത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വരുത്തുന്ന മാറ്റം കണ്ടിട്ട് മറ്റുള്ളവരും തങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം ക്രിസ്തു വരുത്തേണ്ടതിന് ക്രിസ്തുവിനെ ക്ഷണിക്കുവാൻ ഇടയാകും. അതുമാത്രമല്ല, നാം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് മൂലം നമ്മുടെ തന്നെ ക്രിസ്തീയ ജീവിതത്തിനത് ഒരു ബലമായി തീരുന്നു. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുൻപിലും ദൈവം മുൻപിലും നാം പറഞ്ഞ സാക്ഷ്യത്തിന് അനുസരണമായി സൂക്ഷിക്കുവാൻ അത് സഹായിക്കുന്നു. നാം പരസ്യമായി ക്രിസ്തുവിനെ സാക്ഷിച്ച സ്നേഹിതന്മാരുടെ മുൻപിലോ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ച ഒരു സ്ഥലത്തോ അതിന് വിരുദ്ധമായി ജീവിക്കാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ശരിയായി സൂക്ഷിക്കുന്നതിൽ നമ്മുടെ സാക്ഷ്യം ഒരു പങ്ക് വഹിക്കുന്നു. ക്രിസ്തു എന്ന വിശ്വസ്ത സാക്ഷി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനെ വിശ്വസ്ത സാക്ഷി എന്ന് വെളിപ്പാട് 1:4 വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ കാണിച്ചു തരിക മാത്രമല്ല, ദൈവത്തെപ്പറ്റിയുള്ള കാര്യങ്ങളെ കർത്താവ് സാക്ഷിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും അവൻ വിശ്വസ്ത സാക്ഷി തന്നെ ആയിരുന്നു. പിലാത്തോസിന് മുമ്പിൽ നിന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു എന്നായിരുന്നുവല്ലോ. മനുഷ്യരുടെ മുമ്പിലും നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷി തന്നെയായിരുന്നു. സ്നേഹിതന്മാരോടും സ്വന്തക്കാരോടും ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് ക്രിസ്തു നല്ലൊരു മാതൃകയാണ്. ഞാൻ തന്നെ സത്യമെന്ന് അവകാശപ്പെട്ട ക്രിസ്തുവിനെ സത്യത്തിന് അല്പം പോലും വില കൽപ്പിക്കാത്ത ലോകത്തിൽ സാക്ഷിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പാതാളത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന ധനവാൻ അബ്രഹാം പിതാവിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. എൻ്റെ 5 സഹോദരന്മാരും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കുവാൻ രക്ഷിക്കപ്പെട്ട ലാസർ ചെന്ന് സാക്ഷ്യം പറയണം. ക്രിസ്തുവില്ലാത്ത കല്ലറകളിലേക്ക് മനുഷ്യർ പോകാതിരിക്കുവാൻ നമ്മുടെ സാക്ഷ്യവും സാക്ഷി ജീവിതവും കാരണമായി തീരട്ടെ. ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് ശിഷ്യന്മാർ നല്ല മാതൃകയായിരുന്നു. ഏതൊരു സ്ഥാനത്താണോ ക്രിസ്തു അപമാനിക്കപ്പെട്ടത് അവിടെ തന്നെ അവനെ സാക്ഷിക്കുവാൻ ശിഷ്യന്മാർ തയ്യാറായി. ഇതത്ര നല്ല മാതൃക. നമ്മുടെ കർത്താവിനെ പുച്ഛിക്കുന്നവരുടെ മധ്യത്തിൽ അവനെ ഉയർത്തി കാണിക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ടോ? അതോ ഇക്കാര്യത്തിൽ
ലജ്ജിക്കുന്നവരാണോ നാം? നിന്ദിതനായി, നിസ്സാരനാക്കപ്പെട്ടവനായി, പീഡിപ്പിക്കപ്പെട്ടവനായി പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് ക്രിസ്തു എന്ത് ചെയ്തു എന്ന് കേൾക്കുക. പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുൻപാകെ നല്ല സ്വീകാര്യം കാണിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. 1 തിമോഥെയോസ് 6:14. പിലാത്തോസിൻ്റെ മുമ്പാകെ ക്രിസ്തു നല്ല ഒരു സ്വീകാര്യം അഥവാ ഏറ്റുപറച്ചിൽ നടത്തി. അതെന്തായിരുന്നു എന്ന് യോഹന്നാൻ 18:37 നാം വായിക്കുന്നു. എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. പ്രിയ വിശ്വാസിയെ, ക്രിസ്തുവാണ് സത്യം, അവനാണ് സാക്ഷാൽ രാജാവ് എന്നേറ്റു പറഞ്ഞ് നമുക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിനെ സാക്ഷിയാക്കുന്നതിൽ നമുക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കും തോറും നമ്മുടെ ആത്മീയ സന്തോഷവും വർദ്ധിക്കുവാൻ ഇടയാകും. ക്രിസ്തുവിനെ സാക്ഷിച്ചതിന് ജയിലിൽ അടയ്ക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ അവിടെയും ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു. തൻ്റെ ആത്മീയ സന്തോഷം അതുമൂലം വർദ്ധിച്ചു. ജയിലിൽ കിടന്ന് എഴുതുമ്പോൾ താൻ പ്രബോധിപ്പിക്കുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയർ 4:4. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിച്ച പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ അവനെ സാക്ഷീകരിക്കുവാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് റോമർ 15:21 നാം വായിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് അവൻ്റെ സാക്ഷ്യവുമായി പോകുവാൻ നമുക്ക് സമയം കണ്ടെത്താം. യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം ലോകം നമുക്ക് പത്മോസ് ദ്വീപ് സമ്മാനിച്ചാലും അതിൽ അഭിമാനം കൊള്ളാം. അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് നമ്മെപ്പറ്റിയും പറയുവാൻ ഇടയാകട്ടെ. നമ്മുടെ പ്രസംഗങ്ങളിലും പഠിപ്പിക്കലുകളിലും പ്രബോധനങ്ങളിലും എല്ലാം ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാം. പ്രിയ ദൈവജനമേ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഇക്കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ഉത്സാഹിക്കാം. അവന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാം. ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് അവൻ്റെ സാക്ഷ്യവുമായി ഇറങ്ങിച്ചെല്ലാം. വിശ്വസ്ത സാക്ഷിയായ ക്രിസ്തുവിനെ നമുക്ക് പിൻപറ്റാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, എന്ത് പ്രതികൂലങ്ങൾ നേരിട്ടാലും എവിടെയും എപ്പോഴും അങ്ങയെ സാക്ഷീകരിക്കുവാൻ അടിയനെ സഹായിക്കണമേ. ആമേൻ. ചില അപകട സൂചനകളെക്കുറിച്ച് ചിന്തിക്കാം. ക്രിസ്തീയ ജീവിതം വിജയകരമായി തുടരുമ്പോൾ നമുക്ക് വന്നു ഭവിക്കാവുന്ന ചില പ്രത്യേക അപകടങ്ങളുണ്ട്. അവയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. ഒന്നാമതായി, അഹങ്കാരം. നമുക്ക് ഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപകടമാണ് അഹങ്കാരം അഥവാ ഗർവം. 1 പത്രോസ് 5:5. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് ഏതെങ്കിലും പാപത്തെക്കുറിച്ച് പറയാമെങ്കിൽ അത് ഇതിനെക്കുറിച്ചാണ്. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണം ഗർവമായിരുന്നുവല്ലോ. എനിക്ക് വിജയം കിട്ടിയതിനാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനും ഉന്നതനും ആത്മീയനും കൊള്ളാവുന്നവനും ആണെന്ന ചിന്ത ഉള്ളിൽ ഉളവാകുവാൻ സാധ്യതയുണ്ട്. അതോടെ വിജയം കിട്ടാത്ത മറ്റനേകരെ നാം നിന്നയോടെ വീക്ഷിക്കുവാനും ചെറുതായി വിചാരിക്കുവാനും തുടങ്ങും. എൻ്റെ ഏതോ നന്മ കൊണ്ടാണ് ഈ വിജയം കിട്ടിയതെന്ന ചിന്ത ഉളവാകാം. നിന്നെ വിശേഷിപ്പിക്കുന്നതാർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതെന്ത് എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ 1 കൊരിന്ത്യർ 4:7 ഈ ബന്ധത്തിൽ നാം ഓർക്കേണ്ടതാണ്. നമുക്ക് സ്വയമായി ഒന്നും സാധിക്കാതിരുന്നപ്പോൾ കർത്താവ് തൻ്റെ ശക്തിയാൽ നമ്മിൽ ഉളവാക്കിയതാണ് ഈ നന്മകളെന്നത് നാം വിസ്മരിക്കരുത്. നമ്മുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം അഹങ്കാരമുള്ളവരായാൽ നമ്മുടെ വിജയം നഷ്ടപ്പെടുമെന്ന് നാം മനസ്സിലാക്കണം. അഹങ്കരിക്കുകയും മറ്റുള്ളവരെ നിന്നയോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന വിജയം ക്രിസ്തീയ വിജയമല്ല. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചുങ്കക്കാരെയും വേശ്യകളെയും അംഗീകരിച്ചെങ്കിലും പരീശന്മാരെയും മതപ്രമാണികളെയും അംഗീകരിക്കാതിരുന്നത് അവരുടെ വലിയ അഹങ്കാരം നിമിത്തമാണ്. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം ഗർവമാണെന്ന് നാം കണ്ടല്ലോ. 1 തിമോഥെയോസ് 3-ാം മൂപ്പന്മാരുടെ യോഗ്യതകളെപ്പറ്റി പറയുന്നിടത്ത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ സാധ്യതയുള്ളവൻ മൂപ്പനാകുവാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ആത്മീയ വിജയത്തിലേക്ക് നടത്തപ്പെടുന്ന ഒരുവൻ താഴ്ചയിൽ തന്നെ എന്നും നിലനിർത്തുവാൻ കരുതിക്കൊള്ളണം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന വേദപുസ്തക വാക്യം നാം എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 10:12 നോക്കുക. അപ്പോസ്തലനായ പൗലോസ് താൻ വിജയ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്തോറും സകല വിശുദ്ധന്മാരിലും ചെറിയവനാണെന്ന ബോധത്തിൽ ജീവിച്ചിരുന്നതായി കാണാം. നാം ആത്മീയ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുന്തോറും ഏറ്റവും ചെറിയവർ എന്ന ബോധം ഉണ്ടായി വരണം. നമ്മുടെ വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തതായി, തികഞ്ഞവനായി എന്ന ചിന്ത പലപ്പോഴും നമുക്ക് പരാജയകാരണമായി തീരാം. ആത്മീയ ജീവിതം വിജയകരമായി തീരുമ്പോൾ നാം തികഞ്ഞവരായി, ഇപ്പോൾ കാര്യങ്ങളെല്ലാം എന്നെ സംബന്ധിച്ച് ശരിയായി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ അപകടമുണ്ട്. ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്നതിന് നേരെ എതിരായുള്ള കാര്യമാണിത്. ആത്മീയ നിഗളത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നമുക്കിതിനെ കാണാവുന്നതാണ്. സ്വന്തം ആവശ്യബോധം നഷ്ടപ്പെടുക, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ സമ്പന്നൻ എന്ന് പറയുന്ന അവസ്ഥ മറ്റുള്ളവരിൽ മാത്രം ആത്മീയമായ വലിയ ആവശ്യങ്ങൾ കാണുകയും തന്നിൽ തന്നെ കാണാതിരിക്കുകയും ചെയ്യുക ആത്മീയ വളർച്ച മുരടിച്ചു പോകാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഈ ചിന്ത തീരുകയുള്ളൂ. നമ്മുടെ ആത്മീയ വളർച്ചയിൽ നാം ഒരിക്കലും തൃപ്തി അടഞ്ഞിരിക്കുവാൻ പാടില്ല. യഥാർത്ഥ ആത്മീയ വളർച്ച എന്നത് ക്രിസ്തുവിന് അനുരൂപമായി നാം കൂടുതൽ തീരുക എന്നുള്ളതാണ് എന്ന് നാം നേരത്തെ പഠിച്ചല്ലോ. നാം ക്രിസ്തുവിനെ പോലെ
എത്രമാത്രം ആയിത്തീർന്നാലും ഇനിയും ആയിത്തീരുവാൻ അവശേഷിക്കുന്നതേ ഉള്ളൂ. ദിവ്യ സ്വഭാവത്തിന് നാം എത്രമാത്രം പങ്കാളികൾ ആയിത്തീർന്നാലും ഇനിയും പങ്കാളികളായി തീരുവാൻ അനേക ദിവ്യഗുണങ്ങൾ ക്രിസ്തുവിൽ അവശേഷിക്കുകയാണ്. ഞാനിപ്പോൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നു എന്ന് പറയാവുന്ന ഒരവസ്ഥ നമുക്ക് ഭൂമിയിൽ വെച്ച് ഉണ്ടാവുകയില്ല എന്ന് നാം ഓർക്കണം. ആത്മീയരായി കൂടുതൽ വളരുന്തോറും ഒന്നും ആയിട്ടില്ല എന്ന ബോധ്യമാണ് നമ്മെ ഭരിക്കേണ്ടത്. നാം ക്രിസ്തീയ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്തോറും കുറവുകളെ കൂടുതൽ കൂടുതൽ കാണുകയാണ് വേണ്ടത്. എങ്കിലേ വിജയത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം എന്നും പരിപൂർണതയിലേക്ക് മുന്നേറുവാൻ ഉത്സാഹിക്കണം. അനേക വർഷങ്ങൾ വിജയകരമായി ജീവിച്ച് ആത്മീയമായി വളർന്ന പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യത്തിൽ നമുക്കൊരു മാതൃകയാണ്. ഫിലിപ്പിയർ 3:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നത് കേൾക്കുക. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. സ്വന്തം ആത്മീയ വളർച്ചയെക്കുറിച്ചുള്ള തൃപ്തി വലിയ വിന വരുത്തിവയ്ക്കുമെന്നോർത്ത് നീതിക്കായി തുറന്ന് വിശക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നിഷ്പാപാവസ്ഥയിലെത്തി എന്ന മിഥ്യാധാരണ പലപ്പോഴും നമ്മെ പരാജയത്തിലേക്ക് നയിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മറ്റൊരു വലിയ അപകടമാണ് നാം ഇന്ന താഴ്ചകളുള്ള ജഡത്തിലാണ് ജീവിക്കുന്നത് എന്ന വസ്തുത മറന്നുപോകുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ മേൽ വിജയം ലഭിക്കുകയും ആ വിജയത്തിൽ നാം തുടർന്ന് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇനി പാപം ചെയ്യുവാൻ നമുക്കൊരു സാധ്യതയുമില്ല. പാപം ചെയ്യാനാവാത്ത ഒരു നിലയിലേക്ക് നാം ഉയർന്നു കഴിഞ്ഞു എന്നൊരു അപകടകരമായ ധാരണ ഉണ്ടായിപ്പോകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇനിയും സാധിക്കാത്തതിനാൽ നാം പാപം ചെയ്യാൻ സാധ്യതയുള്ള ശരീരത്തിൽ തന്നെയാണ് ഇന്നും വസിക്കുന്നത്. നമ്മുടെ താഴ്ചയുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്നത് കർത്താവ് വരുമ്പോൾ മാത്രമാണ്. ഫിലിപ്പിയർ 3:20-21 നോക്കുക. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുവരെ നമ്മുടെ ശരീരത്തിന് വ്യത്യാസം സംഭവിക്കുന്നില്ല. പാപം ചെയ്യുവാൻ അസാധ്യമായ ഒരു പ്രകൃതി നമുക്ക് ലഭിക്കുന്നില്ല. ഇന്ന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ശക്തിയിൽ നിന്നും നമുക്ക് വിടുതലുണ്ടെങ്കിലും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല എന്ന് നാം ഓർക്കണം. സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ കർത്താവ് വരുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ സത്യം മറന്ന് തങ്ങൾ ആത്മീയമായി വളർന്ന് പാപം ചെയ്യുവാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഉയർന്നുവെന്ന് തെറ്റായി ധരിച്ചതുമൂലം വലിയ പാപങ്ങളിൽ വീണ് ജീവിതവും സാക്ഷ്യവും നഷ്ടപ്പെടുത്തിയ അനേകരുടെ ചരിത്രം ക്രൈസ്തവ സഭയിലുണ്ട്. നാം പൂർണ്ണമായി കർത്താവിനെ പോലെ ആകുന്നത് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണെന്ന് 1 യോഹന്നാൻ 3:2 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർ 8:18 പറഞ്ഞ ആ ജഡത്തിലാണ് നാം ഇന്ന് വസിക്കുന്നതെന്ന വസ്തുത ഒരിക്കലും മറക്കുവാൻ പാടില്ല. ഈ പറഞ്ഞതിൽ നിന്ന് നാം ജഡത്തിൽ വസിക്കുന്ന കാലം മുഴുവൻ പാപത്തിൽ വീണ് ജീവിക്കുവാൻ മാത്രമേ സാധിക്കൂ എന്നല്ല മനസ്സിലാക്കേണ്ടത്. കൃപയാൽ പാപം കർത്തൃത്വം നടത്താത്ത ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. റോമർ 6:14. എന്നാൽ പാപം ചെയ്യുവാൻ അസാധ്യമായ നിലയിൽ നാം എത്തിയെന്നൊരിക്കലും തെറ്റായി ധരിച്ചു പോകരുത്. അത് വലിയ ആത്മീയ വീഴ്ചയ്ക്ക് കാരണമാകും എന്നറിഞ്ഞ് ആ ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈ താഴ്ചയുള്ള ശരീരത്തിൽ തന്നെ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്താതെ ജീവിക്കുവാൻ കഴിയും എന്ന ദൈവകൃപയുടെ സുവിശേഷത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങെനിക്ക് വിജയം തരുമ്പോൾ അതിൽ നിഗളിക്കാതെ ദൈവസന്നിധിയിൽ കൂടുതൽ താണിരിക്കുവാൻ അടിയനെ സഹായിക്കണമേ. ആമേൻ.